അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 160. അല്ല അഗ്നിയേട്ടാ, ഏട്ടനത് എന്തിന്റെ കേടാ? ഇവിടെ ആ സൗമ്യ കൊണ്ട് തന്നെ സമാധാനമില്ല. അപ്പോഴാ നിങ്ങൾ അതിന്റെ ചേച്ചിയെ കൂടി ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയേ. അല്ല, എന്താ അഗ്നിയേട്ടന്റെ മനസ്സിൽ? എന്തായാലും വെറുതെ സുരഭിച്ച അഗ്നിയേട്ടൻ ഇവിടെ എത്തിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാ. അഗ്നിയുടെ മുന്നിലായി വന്നു നിന്ന് ഗൗരവത്തോടെ പൊന്നു പറഞ്ഞു. അഗ്നി പുഞ്ചിരിച്ചു. ഒന്നുമില്ല പൊന്നു, ഏതായാലും സൗപർണിക്ക് വയ്യല്ലോ, അപ്പോ അവളെ നോക്കാൻ ഒരാൾ ആയിക്കോട്ടെ എന്ന് കരുതി, അത്രയുള്ളൂ. അവൻ പറഞ്ഞു. ആ ബെസ്റ്റ്. ആ നോക്കാൻ കൊണ്ടുവന്ന ആളുടെ ശബ്ദ അഗ്നിയേട്ടൻ ഇപ്പൊ കേട്ടെ. പൊന്നു പറയുമ്പോ അഗ്നി ചിരിച്ചതേ ഉള്ളൂ. കണ്ണാ, ഇത് വേണ്ടായിരുന്നു. എന്തൊക്കെയായാലും ഇവളെപ്പോലെ വിഷം ചീറ്റുന്നൊരു സർപ്പത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്ന നല്ലതിനാന്ന് തോന്നുന്നില്ല. ചിത്തു അവരുടെ അഭിപ്രായം പറഞ്ഞു. അതാ അമ്മേ, ഞാനും പറഞ്ഞതാ സുരഭിച്ചി ഇങ്ങോട്ട് കൊണ്ടുവരണ്ടാന്ന്, കേട്ടില്ല. ജ്വാല അല്പം പേടിയോടെ പറഞ്ഞു. അവള് നിന്നെ ഉപദ്രവിക്കുന്നു തോന്നുന്നുണ്ടോ? അഗ്നി ചോദിച്ചു. ഇല്ല, പക്ഷെ എന്തോ ഉള്ളിൽ വല്ലാത്തൊരു ടെൻഷൻ. ജ്വാല പറഞ്ഞു. ഒന്നുമില്ല, അവള് വന്നതുപോലെ തന്നെ തിരികെ പൊക്കോളും. അതിന് എന്റെ പൂച്ചക്കുട്ടി ഈ കുഞ്ഞിത്തല ഇങ്ങനെ പുകയ്ക്കണ്ടാട്ടോ. അഗ്നി ജ്വാലയെ ചേർത്ത് പിടിച്ച് അവളുടെ തലയിലൊന്ന് കുലുക്കി. ജ്വാല പുഞ്ചിരിയോടെ തലയാട്ടി. വന്നതുപോലെ തിരിച്ചു പോകുന്നു പറഞ്ഞാ വന്നു കയറിയപ്പോഴേ അമ്മയുടെ നടയടി കിട്ടിയിട്ടല്ലേ തുടക്കം. അപ്പൊ തിരികെ പോകുന്നതും അങ്ങനെ ആവുന്നൊരു ധ്വനിയല്ലേ അഗ്നിയേട്ടൻ പറഞ്ഞതില്? പൊന്നു അഗ്നിയെ കണ്ണു ചുരുക്കി നോക്കി. ആണോ എന്ന പോലെ ജ്വാല അവനെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. ഈ പെണ്ണിന് വട്ടാ. അങ്ങനൊന്നില്ല. കുഞ്ഞാ, എനിക്കൊരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കാൻ കൊണ്ടു തന്നെ, ദാഹിക്കുന്നു. അഗ്നി പെട്ടെന്ന് പറഞ്ഞു. ജ്വാല തലയാട്ടിക്കൊണ്ട് കിച്ചണിലേക്ക് പോയി. അവളെ സൂക്ഷിക്കണം കണ്ണാ. ശരിയമ്മേ. അവൻ സമ്മതിച്ചു. ചിത്തുവും കിച്ചണിലേക്ക് പോയി. ഇപ്പോ ഹാളിൽ പൊന്നും മീനും മാത്രമേ ഉള്ളൂ. ഇനി പറ, എന്താ രണ്ടിനും അറിയണ്ടേ? ചോദിക്ക്. അഗ്നിയുടെ ശബ്ദം പെട്ടെന്ന് ഗൗരവത്തിലായി. അറിയാനൊന്നുമില്ല, എനിക്ക് ഉറപ്പാ. സുരഭിയേച്ചി അഗ്നിയേട്ടൻ ഇവിടെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനു മുന്നിൽ ശക്തമായിട്ട് എന്തോ പ്ലാൻ ഉണ്ട്. പൊന്നൂന് അതിൽ സംശയമൊന്നുമില്ലായിരുന്നു. ശരി, ഇനി നിനക്കെന്താ പറയാനുള്ളേ? അവൻ പൊന്നൂന് മറുപടി കൊടുക്കാതെ മീനുവിനോട് ചോദിച്ചു. പൊന്നു പറഞ്ഞു തന്നെ എനിക്കും പറയാനുള്ളൂ. എന്തായാലും ജോലേട്ടത്തി ഇത്രയും ദ്രോഹിച്ച ഒരുവളെ അഗ്നിയുടെ വെറുതെ ഇങ്ങോട്ട് കൊണ്ടുവരില്ല. മീനുവും പറഞ്ഞു. അഗ്നി രണ്ടുപേരെയും ഗൗരവത്തോടൊന്ന് നോക്കി. പതിയൊന്ന് ചിരിച്ചു. രണ്ടാളും അപ്പോ ഞാൻ കരുതിയതിനേക്കാൾ മിടുക്കികളാണ്. അവൻ കുസൃതിയോടെ പറഞ്ഞതും പൊന്നു മീനും ചിരിച്ചു. ഈ ഒരു കാര്യത്തിൽ ഞങ്ങളുടെ വല്ല സഹായം വേണമെങ്കിൽ അഗ്നിയേട്ടൻ പറഞ്ഞാൽ മതി. എന്തിനും ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടാവും. പൊന്നു വാക്ക് നൽകി. ഞാനും ഉണ്ടാവും. മീനും പറഞ്ഞു. കുഞ്ഞനും സംശയമുണ്ട്, പക്ഷെ എന്നോട് നേരെ ചോദിക്കുന്നില്ലാന്നേ ഉള്ളൂ. എന്തായാലും രണ്ടാൾ അവളോട് ഇതൊന്നും പറയാൻ നിൽക്കണ്ട. അഗ്നി ഓർമ്മിപ്പിച്ചു. ഇല്ല അഗ്നിയേട്ടാ, ഞങ്ങളായിട്ട് ജോലയോടൊന്നും പറയില്ല. പൊന്നു പറഞ്ഞതും അഗ്നിയൊന്നും മൂളി. എന്താ അഗ്നിയേട്ടന്റെ മനസ്സിലെ പ്ലാൻ? അതും ഇങ്ങോട്ട് വിളിച്ചു വരുത്തി പണി കൊടുക്കണമെന്നുണ്ടെങ്കിൽ? മീനു ഗൗരവത്തിൽ ചോദിച്ചു. കാരണമുണ്ട്. ആ കാരണം അവള് തന്നെ പറയും. ഇത്രയും കാലം എല്ലാം ക്ഷമിച്ചു സഹിച്ചു അറിയാത്തതായി ഞാൻ ഭാവിച്ചതും എല്ലാം എൻ്റെ കുഞ്ഞിന് വേണ്ടിയായിരുന്നു, അവള് വിഷമിക്കാതിരിക്കാൻ വേണ്ടി. പക്ഷേ ഇനി അതിന് കഴിയില്ല. അഗ്നി കനത്ത സ്വരത്തിൽ പറഞ്ഞു. അഗ്നിയേട്ടാ, ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. മീനു പറഞ്ഞു. എല്ലാം മനസ്സിലാവും. എന്തായാലും ഒന്ന് മാത്രം അറിയാ, തെറ്റ് ചെയ്തവർക്കുള്ള ശിക്ഷ ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. ഇതുവരെ ഒന്നും വേണ്ടാന്ന് വെച്ചതായിരുന്നു. അതിനുള്ള സമയം ആയില്ലാന്ന് അറിയായിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാത്തിനും തീരുമാനാക്കാനുള്ള സമയമായിരിക്കുന്നു. അവൻ മറ്റെങ്ങോ നോക്കിക്കൊണ്ട് പറഞ്ഞു. പൊന്നു മീനു ഒന്നും മനസ്സിലാവാതെ അവൻ ഉറ്റുനോക്കി. ജ്വാല വെള്ളം കൊണ്ട് ഹാളിലേക്ക് വരുന്ന കണ്ടതും അഗ്നി പെട്ടെന്ന് പൊന്നുവിന്റെ മീനുവിന്റെ അടുത്തേക്ക് ഒന്നുകൂടി നീങ്ങി നിന്നു. രണ്ടും അവനെ സംശയത്തോടെ നോക്കി. എന്തായാലും നിങ്ങൾ രണ്ടാളും എൻ്റെ കൂടെ കൂടിയ സ്ഥിതിക്ക് എനിക്ക് രണ്ടാളുടെയും ചെറിയൊരു ഹെൽപ്പ് വേണം. എന്താ? പൊന്നു ചോദിച്ചു. പറയാ. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അഗ്നി തനിക്കടുത്തേക്ക് വരുന്ന ജ്വാലയെ നോക്കി ചിരിച്ചു. ജ്വാല അവന് നേരെ ഗ്ലാസ് നീട്ടി. അഗ്നി ആ ഗ്ലാസ് കയ്യിലേക്ക് വാങ്ങി ചുണ്ടോട് ചേർത്തു. അപ്പോഴും അവന്റെ കണ്ണുകൾ തുറന്നു കിടക്കുന്ന സൗബിയുടെയും സുരഭിയുടെയും റൂമിലേക്കായിരുന്നു. മോഹനും അപ്പു രാത്രിയിൽ വന്നപ്പോൾ തന്നെ മീനു അവർക്കടുത്തേക്ക് പോയി സുരഭി അവിടെയുള്ള കാര്യം അവരോട് പറഞ്ഞു. മോഹൻ അഗ്നിയെ നോക്കി കനപ്പിച്ചൊന്ന് മൂളിയതേയുള്ളൂ. കാരണം ചിത്തു മോഹനെ വിളിച്ച് സുരഭി വന്നപ്പോൾ ഉണ്ടായ കാര്യങ്ങളെല്ലാം അയാളെ വിളിച്ചറിയിച്ചിരുന്നു. അപ്പു ഒന്നും മിണ്ടാതെ അഗ്നിയുടെ അടുത്തായി സോഫയിൽ വന്നിരുന്ന് അവന്റെ തോളിലേക്ക് ചാരി. അഗ്നി അവന്റെ തലമുടിയിൽ തലോടി. അമ്മ നന്നായി പെരുമാറിയെന്ന് അച്ഛൻ പറഞ്ഞു. അപ്പു ചിരിയോടെ അഗ്നിയുടെ മുഖത്തേക്ക് നോക്കി. നീ കൂടി വേണമായിരുന്നു ഇവിടെ. എന്തായിരുന്നു നമ്മുടെ പെർഫോമൻസ്? ആ പെണ്ണിനെ കൊന്നില്ലാന്നേ ഉള്ളൂ. അഗ്നിക്കും ചിരിയാണ്. എന്നിട്ട് അവളും ആ പല്ലി എവിടെ? റൂമിലുണ്ട്. കുറച്ചു മുന്നേ സുരഭി റൂമിൽ നിന്ന് ഇറങ്ങി വന്നിരുന്നു, അവൾക്ക് ചായ വേണമെന്ന് പറയാൻ. അഗ്നി പുച്ഛത്തോടെ പറഞ്ഞു. എന്നിട്ട്? അപ്പു സംശയത്തോടെ ചോദിച്ചു. എന്നിട്ടെന്താ? കുഞ്ഞനോടാ ചായ ചോദിച്ചേ. പെണ്ണിനാണെങ്കിൽ സുരഭി ഇങ്ങോട്ട് വന്നത് ഒട്ടും ഇഷ്ടായിട്ടില്ല. അതിന്റെ ദേഷ്യം മുഴുവൻ തീർക്കുന്നത് എന്നോടും. അഗ്നി നെടുവീർപ്പിട്ടു. ഏട്ടന്റെ കാര്യം ഇപ്പൊ തീരുമാനായില്ലേ? അപ്പു വാപൊത്തി ചിരിച്ചു. ഒന്ന് പോയടാ നീ. ആ നാശം പിടിച്ച സുരഭിയെ ഇവിടെ നിന്നൊന്ന് പറഞ്ഞു വിട്ടിട്ട് വേണം മനുഷ്യന് സ്വസ്ഥായിട്ടൊന്ന് കിടക്കാൻ.
അതിനിടയിൽ നീ കരുനാക്ക് വളച്ച് ഇങ്ങനൊന്നും പറയാതെ. കുഞ്ഞൻ നീ കരുതുന്ന പോലൊന്നല്ല, ടെററാ. അഗ്നി തനിക്ക് നേരെ ഓപ്പോസിറ്റ് സോഫയിലിരുന്ന് സംസാരിക്കുന്ന ജ്വാലയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. മീനുവിനോടും പൊന്നുവിനോടും കാര്യമായിട്ടുള്ള കത്തിയടിയാണ് പെണ്ണ്. അപ്പു ചിരിയോടെ അവളെ നോക്കി. അല്ല, എന്നിട്ട് ജ്വാല ചായ ഇട്ട് കൊടുത്തോ? അപ്പു പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ ചോദിച്ചു. ഇല്ല, കിച്ചണിൽ അമ്മയുണ്ട്, അമ്മയോട് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അഗ്നി കള്ളച്ചിരി ചിരിച്ചു. അടിപൊളി, ജീവനിൽ കൊതിയുണ്ടെങ്കിൽ അവളിന് അമ്മയുടെ മുന്നിലേക്ക് ചെല്ലുവോ? അപ്പൂന് ചിരി വന്നു പോയി. ആ, അത് തന്നെയാ. കുഞ്ഞനത് പറഞ്ഞതും സുരഭി പേടിയോടെ കിച്ചൺ ഭാഗത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവൾക്ക് ചായ വേണ്ടാന്ന് പറഞ്ഞ് റൂമിലേക്ക് പോകാനായി നിന്നതാ. പക്ഷെ കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ ചിത്തുപ്പെണ്ണ് ഹാളിലേക്ക് ലാൻഡായി. അഗ്നി ചിരിയോടെ പറഞ്ഞു നിർത്തി. എന്നിട്ട് വീണ്ടും അടിയായോ? അപ്പു ആകാംക്ഷയോടെ ചോദിച്ചു. ഇവിടെ നടന്ന സീനൊന്നും കാണാൻ പറ്റാത്തതിലുള്ള വിഷമം അപ്പുവിന്റെ വാക്കുകളിൽ നല്ലോണം ഉണ്ടായിരുന്നു. ഏയ്, അടിയൊന്നും ആയില്ല. പക്ഷെ അമ്മയെ കാണുമ്പോഴേക്കും വല്ല പ്രേതത്തെ കണ്ടതുപോലെയാ അവളുടെ ഭാവം. അവളുടെ പേടി കണ്ടുകൊണ്ട് തന്നെ മീനും പൊന്നും കൂടി സുരഭിക്ക് ചായ വേണമെന്ന് അമ്മയോട് പറഞ്ഞു. അഗ്നി ചിരിയോടെ പറയുമ്പോഴും അപ്പു ആകാംക്ഷയോടെ അവനെ കേട്ടിരിക്കുകയാണ്. ചായ വേണമെങ്കിൽ അവളോട് തന്നെ ഉണ്ടാക്കാൻ പറഞ്ഞ് അമ്മ അവളെ അപ്പൊ തന്നെ കിച്ചണിലേക്ക് ഓടിച്ചു. അതും പറഞ്ഞ് അഗ്നി ചിരിച്ചു. ഇതൊക്കെ നമ്മുടെ അമ്മ തന്നെയാണോ ചെയ്തു കേട്ടാ? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ഫേസോ? അപ്പു അത്ഭുതത്തോടെ ചോദിച്ചു. അതൊന്നും എനിക്കറിയില്ലടാ. പക്ഷെ അന്ന് കുഞ്ഞനെ അവള് കുളത്തിലേക്ക് തള്ളിയിട്ട് അറിഞ്ഞപ്പോ തൊട്ട് അവളോടുള്ള ദേഷ്യത്തിലായിരുന്നു അമ്മ. അഗ്നി പറഞ്ഞു. അത് ശരിയേട്ടാ, അവൾക്ക് കിട്ടിയത് നന്നായിപ്പോയി. അപ്പു പറഞ്ഞതും അഗ്നിയും മൂളി. അല്ല, എന്നിട്ട് അവള് ചായ ഇട്ടോ? അപ്പു വീണ്ടും ചോദിച്ചു. അതൊക്കെ ഇട്ടു. അതും കൊണ്ട് റൂമിലേക്ക് കയറിപ്പോന്ന് കണ്ടു. പിന്നെ സൗപർണിക അവളും കൂടിയിട്ടുള്ള വഴക്കാ കേൾക്കുന്നേ. അഗ്നിയിൽ ദേഷ്യം. അതെന്തിനാ വഴക്ക്? അപ്പുവിന് മനസ്സിലായില്ല. അത് അവളെ നോക്കാനെന്നും പറഞ്ഞാണല്ലോ സുരഭിയെ കൊണ്ടുവന്നേ. അപ്പോ അവൾക്ക് ചായ ഇട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. അവസാനം അമ്മ ശബ്ദം ഉയർത്തിയതും രണ്ടും ഒതുങ്ങി. അഗ്നി പറഞ്ഞു നിർത്തി. അപ്പോ അവൾക്കുള്ളത് അമ്മ കൊടുത്തോണ്ടിരിക്കുകയാണല്ലേ? അപ്പു കുസൃതിയോടെ ചോദിച്ചു. അമ്മ കൊടുക്കട്ടെ, ബാക്കിയൊക്കെ പിന്നെ. അഗ്നിയുടെ ശബ്ദം പെട്ടെന്ന് ഗൗരവത്തിലായി. അപ്പു അഗ്നിയൊന്ന് നോക്കി അവന്റെ തോളിൽ കൈയമർത്തിക്കൊണ്ട് സോഫയിൽ നിന്ന് എഴുന്നേറ്റു. ഞാനൊന്ന് പോയി ഫ്രഷായിട്ട് വരാട്ടാ, എന്നിട്ട് കാണാം അവളുമാരെ. അഗ്നി മൂളി. അപ്പു പൊന്നൂനെ പാളി നോക്കി. അവളും അതേ നിമിഷം തന്നെ അവനെ അങ്ങനെ തന്നെ ഇടങ്ങണിട്ട് നോക്കി. രണ്ടുപേരുടെയും കണ്ണുകൾ പരസ്പരം ഇടഞ്ഞു. ഒരു പിടച്ചിലോടെ പൊന്നു അവനിന്ന് നോട്ടം മാറ്റിയതും അപ്പു ചുണ്ടുലൂറിയ ചിരിയോടെ മുകളിലേക്ക് കയറിപ്പോയി. ഏറ്റവും മുകളിൽ സ്റ്റെപ്പിലെത്തിയതും അപ്പു താഴേക്കൊന്ന് നോക്കി. അപ്പോഴും അവനെ നോക്കിയിരിക്കുന്ന പൊന്നുവിനെ കണ്ട് അപ്പുവിന് ഒരുപാട് സന്തോഷം തോന്നി. എന്താടി നാഗവല്ലി? ആ സന്തോഷം മറച്ചു പിടിച്ച് ചുണ്ടനക്കിക്കൊണ്ട് അവൻ കുറുമ്പോടെ ചോദിച്ചു. പൊന്നു അവനെ ചുണ്ടു കുറിപ്പിച്ചു നോക്കി അവനിന്ന് നോട്ടം മാറ്റി. ചിരിയോടെ അപ്പു അവന്റെ റൂമിലേക്ക് കയറിപ്പോയി. ജ്വാലയും ചിത്തുവും മോഹനും അപ്പുവുമെല്ലാം ടിവിയുടെ മുന്നിലാണ്. പൊന്നും മീനും അപ്പോഴും എന്തോ കാര്യമായ സംസാരത്തിലും. രണ്ടും കൂടി സിറ്റ് ഔട്ടിലാണ് ഇരിപ്പ്. ഇത്രയും നേരം അവർക്കൊപ്പം തന്നെ ജ്വാലയുണ്ടായിരുന്നു. ഇപ്പോഴാണ് അവൾ അകത്തേക്ക് പോയത്. പൊന്നുവിന്റെ മീനുവിന്റെ ചർച്ച മുഴുവനും സുരഭിയെക്കുറിച്ചും സൗബിയെക്കുറിച്ചുമാണ്. അവർ രണ്ടുപേരും ഇത്രയും കാലം ജ്വാലയോട് കാണിച്ച ക്രൂരതകളെല്ലാം മീനുവിനോട് തുറന്നു പറയുകയാണ് പൊന്നു. എല്ലാം കേട്ട് ആകെ ദേഷ്യത്തിലിരിക്കുകയാണ് മീനു. വ്യാസനോട് ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞ് അഗ്നി നേരെ പൊന്നുവിന്റെ മീനുവിന്റെ അടുത്തുള്ള ചെയറിലായി വന്നിരുന്നു. രണ്ടാളും അവനെ എന്തായെന്ന പോലെ നോക്കി. എന്താണ്, രണ്ടാളും കാര്യമായിട്ടുള്ള ചർച്ചയിലാണെന്ന് തോന്നുന്നല്ലോ? അഗ്നി പുഞ്ചിരിയോടെ ചോദിച്ചു. ഏയ്, അങ്ങനൊന്നുമില്ല അഗ്നിയേട്ടാ. ഞാൻ പണ്ടത്തെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ മീനുവിനോട് പറഞ്ഞിരിക്കുകയായിരുന്നു. പൊന്നു ചിരിയോടെ പറഞ്ഞു. അഗ്നി മൂളിയതേയുള്ളൂ. പക്ഷെ അവന്റെ ചിന്ത മറ്റെന്തോ ആണെന്ന് അവൻ എന്തോ ആലോചനയോടെ ഇരിക്കുന്ന കണ്ടപ്പോൾ തന്നെ പിള്ളേർക്ക് മനസ്സിലായി. അഗ്നിയേട്ടൻ എന്താ ആലോചിക്കുന്നേ? മീനു സംശയത്തോടെ ചോദിച്ചു. അഗ്നി രണ്ടാളെയും നോക്കിയൊന്ന് ചിരിച്ചു. അതെ, ഞാൻ കുറച്ചു മുന്നേ നിങ്ങളുടെ രണ്ടിൻ്റെയും ഒരു ചെറിയ സഹായം വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? അവൻ അകത്തേക്കൊന്ന് എത്തി നോക്കി പതിയെ ചോദിച്ചു. ആ, പറഞ്ഞു. എന്ത് സഹായം വേണ്ടേ? പൊന്നൂന് അതറിയാൻ ആവേശമായി. അത് ചെറിയൊരു ഹെൽപ്പാ, എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നാലും അത് വേണ്ടാന്ന് തോന്നി. അവൻ വല്ലായ്മയോടെ പറഞ്ഞു. എന്ത് ഹെൽപ്പാന്ന് പറയ അഗ്നിയേട്ടാ. എന്തിനും കൂടെ ഞങ്ങൾ ഉണ്ടാവും, അല്ലേടി മീനു? പൊന്നു മീനുവിനോട് ചോദിച്ചു. പിന്നെ ഉറപ്പായിട്ടും ഉണ്ടാവും. മീനു വാക്കു കൊടുത്തു. ചെറിയൊരു കാര്യ. ആ സുരഭിയുടെ സൗപർണികയുടെ മൊബൈല് എങ്ങനെയെങ്കിലും അവളുമാര് കാണാതെ ഒന്ന് എടുത്തെന്നെ ഏൽപ്പിക്കണം. അവൻ രഹസ്യം പോലെ പറഞ്ഞു. പൊന്നു അവനെ തുറച്ചു നോക്കി. എന്റെ കണ്ണാ മോഷണം. അഗ്നിയേട്ടനപ്പോ ഇതും ഉണ്ടോ പണി? പൊന്നു കിളിപോയതുപോലെ ചോദിച്ചു. അഗ്നി അവളെ തറപ്പിച്ചൊന്ന് നോക്കി. ദേ പെണ്ണെ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട നീ. നിങ്ങൾക്ക് രണ്ടിനും എന്നെ ഈ കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ അതെനിക്ക് അറിയണ്ടേ? അഗ്നി ഗൗരവത്തോടെ പറഞ്ഞു. അതൊക്കെ ചെയ്യാ. പക്ഷെ അഗ്നിയേട്ടൻ എന്തിനാ അവളുമാരുടെ ഫോണ്? അത് പറ. മീനു ഉള്ളിലെ സംശയം അതുപോലെ ചോദിച്ചു. പൊന്നൂന്റെ ഉള്ളിലും അങ്ങനൊരു ചോദ്യം ഉണ്ടായിരുന്നു ആ സമയം. അഗ്നി ഒന്ന് ചിരിച്ചു. 2 ദിവസം കൂടി സുരഭി ഇവിടെ ഉണ്ടല്ലോ.
അപ്പൊ അവളുടെ ഫോൺ എന്റെ കയ്യിലിരിക്കുന്നേ നല്ലത്. അവളുടെ മാത്രല്ല, ആ സൗപർണികയുടെയും. അഗ്നിയുടെ ശബ്ദം കെടുത്തു. പക്ഷേ അതെന്തിനാ അഗ്നിയേട്ടാ? പൊന്നൂനൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. ഒന്നുമില്ല പൊന്നു, ചിലപ്പോ ഫോൺ വിളിച്ച് ആരോടെങ്കിലും പറഞ്ഞ് അവൾമാർക്ക് ഇവിടെ നിന്ന് പോവാൻ തോന്നിയാലോ? അത് പാടില്ല. സുരഭി വന്ന് തനിച്ചാണെങ്കിലും പോവുന്നത് എന്റെ അനുവാദത്തോടു കൂടി മാത്രമാവണം. അഗ്നി ഇരുട്ടിലേക്ക് മിഴിയൂന്നി. എന്തൊക്കെയോ മനസ്സിലായ പോലെ പൊന്നുവും മീനുവും പരസ്പരം നോക്കിയൊന്ന് ചിരിച്ചു. ഇപ്പോ അവരുടെ രണ്ടാളുടെ ഫോൺ അഗ്നിയേട്ടന് വേണം, അത്രയല്ലേ ഉള്ളൂ. അത് ഞങ്ങൾ റെഡിയാക്കാം. പൊന്നു വാക്ക് നൽകി. പക്ഷെ കുഞ്ഞിനോട് ഇതൊന്നും പറയരുത് കേട്ടോ, പെണ്ണറിഞ്ഞ ആകെ പ്രശ്നാവും. അഗ്നി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ഇല്ല, അതൊക്കെ സെറ്റ്, ആരും അറിയില്ല. അഗ്നി പറഞ്ഞതിനേക്കാൾ ശബ്ദം താഴ്ത്തി പറഞ്ഞുകൊണ്ട് മീനുവും പൊന്നും സിറ്റ് ഔട്ടിൽ നിന്നും അകത്തേക്ക് പോയി. അതുവരെ ചിരിച്ചിരുന്ന അഗ്നിയുടെ മുഖം മാറി. എനിക്കറിയാം സുരഭി, ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും നീ എന്നെ കണ്ട് തനിച്ച് സംസാരിക്കാൻ വരും. അതിനായിട്ടാ ഞാനും കാത്തിരിക്കുന്നേ. ഒരു കൈ നിവർത്തിപ്പിടിച്ച് മറുകൈ ചുരുട്ടി അവൻ പതിയെ അതിലേക്ക് അടിച്ചു. എന്റെ കൺമുന്നിലേക്ക് തന്നെ നിന്നങ്ങനെ കൊണ്ടുവന്നത് അങ്ങനെ വെറുതെ വിടാൻ വേണ്ടിയല്ല സുരഭി. അപ്പോഴൊരു മന്ത്രണം പോലെ അവൻ അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. തുടരും.